പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 40:27. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തേക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹിയാൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, ഇപ്പോൾ നമ്മൾ കേട്ട വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാം തിരുലിഖിതമാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 40:27. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. മറ്റേത് മഹത്വത്തേക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരാരാമത്തിലൂടെ വ്യാപരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആശീർവാദവും വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏതൊരു മഹത്വത്തേക്കാൾ വലുതാണ് ദൈവഭക്തി വഴി ലഭിക്കുന്ന അനുഗ്രഹവും മഹത്വവും. പ്രൈസ് ദ ലോർഡ്. അത് വ്യക്തമാക്കുന്ന ഒരു അനുഭവ സാക്ഷ്യം ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിജു എന്നാണ്. എൻ്റെ സ്ഥലം കൊട്ടാരക്കര. ഞാനിപ്പോൾ കൊരട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫാമിലിയായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് നാളായിട്ട് നല്ല വയറ്റ് വേദനയാണ്. ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അമ്മ ഛർദ്ദിക്കും. കാരണം ഈ വായു കയറുന്ന മാറി ഇടയ്ക്കിടയ്ക്ക് വയറ് വീർത്ത് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. കുറേ നാൾ മരുന്ന് കഴിച്ചു. അപ്പോൾ അത് മാറുന്നൊന്നുമില്ല. അത് മരുന്ന് കഴിക്കും, തൽക്കാലം മാറും, വീണ്ടും കുറച്ച് ദിവസം വീണ്ടും അങ്ങനെ തന്നെയാവും. വയറിലെ അസ്വസ്ഥത ഛർദ്ദിയാണെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കും, ഇച്ചിരി മാറും, പിന്നെ ഉണ്ടാവും, പിന്നെ മാറും, ഇങ്ങനത്തെ ഒരു സ്ഥിതിയായി. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞിട്ട് അമ്മ ഡോക്ടറെ കാണാൻ പോയി പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കി പറഞ്ഞു വയറ്റിൽ മുഴയുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും വയറിങ്ങനെ വീർത്തിരിക്കുകയും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഛർദ്ദിച്ച് പോകുന്നതെന്ന് ചെന്ന് പറഞ്ഞു. വയറിലൊരു മുഴയുണ്ട്, അതുകൊണ്ടാണ് ഛർദ്ദിച്ച് പോണത്, വയറ്റിലെ വേദന ഉണ്ടെന്ന് കാരണം ഡോക്ടേഴ്സ് വിശദമായ സ്കാനിങ് ടെസ്റ്റ് റിപ്പോർട്ടുകൾക്ക് ശേഷം പറഞ്ഞു. അതിന് ശേഷം അവർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം. ഞങ്ങൾ ചെന്ന ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇവിടെ പറ്റില്ല, അത് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം എന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ മമ്മിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പം മമ്മി പറഞ്ഞു ഇവിടെ പപ്പയും മമ്മിയോട് ഇവിടെ ധ്യാനത്തിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിവിടുന്ന് കൊണ്ടുവന്ന വെഞ്ചരിച്ച വെള്ളവും എണ്ണയൊക്കെ വീട്ടിലിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചവരോട് പറഞ്ഞു ഈ എണ്ണയോ വെള്ളമോ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ എണ്ണ വയറ്റത്ത് തേച്ച് ആ വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് പ്രാർത്ഥനയോടെ തന്നെ പോവുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ ചെല്ലുമ്പോൾ മുഴയുണ്ടെന്ന് ഡോക്ടർമാർ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസത്തിൽ, അതായത് ഈ ചേട്ടൻ്റെ ഭാര്യയുടെ അമ്മച്ചി അപ്പച്ചനെ ഇവിടെ ധ്യാനം കൂടിയപ്പോൾ വെഞ്ചരിച്ച എണ്ണയും വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞ് ഇത് ഒരു കാര്യം ചെയ്യുക, ആ വെഞ്ചരിച്ച എണ്ണ ഇച്ചിരി വയറിൽ പുറത്തേക്ക് പ്രാർത്ഥിക്കുക, ഇച്ചിരി വെഞ്ചരിച്ച വെള്ളം കുടിച്ച് ഇനി മുഴ ഉണ്ടാകുകയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മച്ചി വിശ്വാസം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ അമ്മയോട് വിളിച്ചു ചോദിച്ചു അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതിന് ഇത്തിരി വെള്ളം, തൊണ്ട നനയ്ക്കാനുള്ള വെള്ളമേ ഉള്ളൂ, ഒരു തുള്ളി വെള്ളമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വിശ്വാസത്തോടെ കുടിക്കാൻ പറഞ്ഞു. അത് നോക്കിയേ, ശരിക്കും ആനവെള്ളം ഉപയോഗിച്ച് തൊണ്ട നനയാനുള്ള ഒരു തുള്ളി വെള്ളം കുപ്പിൻ്റെ അടി കിടക്കുന്നേ ഉള്ളൂ. അത് വിശ്വാസത്തോടെ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കൊന്തജോലി പള്ളിയിൽ പോയിരുന്ന് കൊന്തജോലി പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു. 3 മണിയായപ്പോൾ എന്നെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്ത് പറഞ്ഞു ചോദിച്ചപ്പോൾ സ്കാൻ ചെയ്തതിൽ മുഴയെന്ന് പറഞ്ഞൊരു കാര്യമില്ല, മുഴയില്ല അവിടെ. നോക്ക സഹോദരെ, ആ ആന വെഞ്ചരിച്ച് കൊണ്ടായ ആ വെള്ളത്തിന് ഒരു തുള്ളി ബാക്കിയുണ്ടായിരുന്നു. അത് കൊടുത്ത് അമ്മച്ചിയുടെ തൊണ്ടയിൽ ഒഴിച്ചിട്ട്, അതാണ് ആ മറ്റേ അമ്മച്ചിയുടെ വിശ്വാസം. ഇനി അടുത്ത സ്കാനിങ് മുഴ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് സ്കാനിങ് നോക്കുമ്പോൾ മുഴ എന്ന് പറഞ്ഞ സംഗതി ശരീരത്തിലില്ല, പരിപൂർണ്ണ അപ്രത്യക്ഷമായി. ഇപ്പോൾ നേരം വയറിന് അസ്വസ്ഥതയുണ്ട് ആ മുഴ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 ദിവസം മരുന്ന് കഴിക്കുക, അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുടലിനുള്ളിൽ വല്ല മുഴയുണ്ടോ എന്ന് അറിയാൻ വീഡിയോഗ്രാഫി ടെസ്റ്റ് നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. യാതൊരു കുഴപ്പമില്ല, കർത്താവ് അത്ഭുതം ചെയ്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവഭക്തനായ ആ ചേട്ടൻ്റെ അമ്മ എന്തുമാത്രം ഒരു മാതൃക നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അവരുടെ ജീവിതത്തിൽ ദൈവഭക്തി വിടാതെ പിന്തുടരുന്ന, ദൈവഭക്തിയെ അവർ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആരാമം അവരുടെ കുടുംബത്തിൽ കർത്താവ് സൃഷ്ടിച്ചു കൊടുത്തു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ ദൈവഭക്തി കൈവിട്ടു പോകരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, ചെറുപ്പകാലം മുതൽ മാതാപിതാക്കന്മാർ നമ്മൾ ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ പറയുമ്പോൾ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി മോനെ നീയും കൂടെ വന്നിരുന്ന് കേൾക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മൾ ഉപദേശിക്കുമ്പോൾ, വികാരിച്ചന്മാർ ഉപദേശിക്കുമ്പോൾ, സിസ്റ്റർമാർ പല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ, മതാധ്യാപകർ പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ പഴഞ്ചൊല്ലുന്നത് ശരിയല്ല, ശരി തട്ടിക്കളയരുത്. നീ അനുഗ്രഹത്തിൻ്റെ ആരാമത്തിൽ പൂത്തൊറിഞ്ഞു നിൽക്കുന്ന ഫലവൃക്ഷം പോലെയായി തീരാൻ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ദൈവഭക്തി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവഭക്തി കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഈ വചനം കേൾക്കുമ്പോഴും ആരാധന സംബന്ധിക്കാനും അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ഭക്തി നമുക്ക് ദൈവം തരണം. ദൈവത്തോട് ചോദിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുത്തോടുള്ള ഭക്തി, കർത്താവിനോടുള്ള ഭക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഇപ്പോൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസന്മാരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് വലിയ ദൈവഭക്തിയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവെ, കുഞ്ഞുങ്ങളിലേക്ക് ദൈവഭക്തിയുടെ ആത്മാവ് ആവസിക്കട്ടെ, മുതിർന്നവരിലേക്ക് വ്യാപരിക്കട്ടെ, പ്രാർത്ഥന ജീവിതം മരവിച്ചിരിക്കുന്നവരിലേക്ക്, വചന ശ്രമിക്കാൻ തുറവില്ലാത്തവരിലേക്ക്, കർത്താവെ നാളുകൾ ഹൃദയം അടഞ്ഞിരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവഭക്തി ഇപ്പോൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധന, ആരാധന, ആരാധന. യേശുവ ആരാധന, യേശുവ ആരാധന. ദൈവഭക്തിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ യുക്തി ചിന്തകളും, എല്ലാ നിരീശ്വര ചിന്തകളും, എല്ലാ തരത്തിലുള്ള ചിന്താ വികാരമായ ബന്ധനങ്ങളും യേശുനാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവ ആരാധന, ആരാധന. യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന, യേശുവ ആരാധന. ദൈവഭക്തിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന വിഷയം ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ഒഴുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് തർക്കത്തിന് ഇടയില്ലാത്തൊരു വസ്തുതയാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം, അതിന് 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം തിരുലിഖിതം, 1 യോഹന്നാൻ 3:1. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായിലൂടെ വലിയൊരു വെളിപ്പെടുത്തൽ ലഭിക്കുക. അതിങ്ങനെയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവമക്കളുടെ സന്തോഷത്തിലേക്കും ദൈവമക്കൾ എന്ന നിലയിലേക്കും ദൈവം നമ്മൾ ഉയർത്തിയത്. വചനം പഠിപ്പിക്കുകയാണ് എത്ര വലിയ സ്നേഹമാണെന്നൊക്കെ നമ്മൾ കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മകനും മകളുമാകാൻ തക്ക വിധം ദൈവ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാം തിരുലിഖിതത്തിൽ ഇത് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളായി തീരാൻ വേണ്ടി പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു. അതിലാണ് ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നതെന്ന് 1 യോഹന്നാൻ 4:10 വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, അവിടുന്ന് പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശയ്യായിലൂടെ പെറ്റമ്മ മറന്നാലും അല്ലെങ്കിൽ സമുദ്രത്തിലൂടെ കടന്നു പോയാലും മറക്കുകയല്ല, അവിടെ നിന്നെ കരുതുന്നു, നിന്നെ സ്നേഹിക്കുന്നു, ഉള്ളെങ്കിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്ന വചനത്തിൻ്റെ ഉൾപ്പെടൽ അത് തന്നെയാണ്. ഇതേപോലെ സ്നേഹിക്കുന്ന ദൈവത്തെ, കരുതുന്ന ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ജന്മം നൽകി വളർത്തി വലുതാക്കുന്ന അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം എന്താ?
ഞാൻ ജന്മം നൽകി വലുതാക്കിയ ഈ കൊച്ച് എന്നെ തിരിച്ച് സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ഒരു അപ്പനെ അമ്മ പ്രതീക്ഷിക്കുന്നത് എന്താണ് തെറ്റ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തികളെ ദൈവം കരുതുന്നുണ്ടെന്നുള്ളത് വളരെ ഉറപ്പായൊരു സംഗതിയാണ് ബൈബിളിൽ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നുള്ളത് തർക്കത്തിൻ്റെ ഇടയില്ലാത്ത വസ്തുതയാണ് സഹോദരങ്ങളെ. ദാനിയേൽ പ്രവചനത്തിൽ അതിൻ്റെ 14-ാമത്തെ അധ്യായം, ദാനിയേൽ പ്രവചനത്തിൽ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 38-ാം തിരുലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ദാനിയേൽ നബൂഖദ്നേസർ രാജാവിന് ചില ഇടപെടൽ മൂലം സിംഹത്തിന് കുഴിയിൽ അടയ്ക്കപ്പെട്ടു. എന്നിട്ട് അവൻ സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുമ്പോൾ കർത്താവ് സിംഹത്തിൻ്റെ വായകൾ പൂട്ടുന്നുണ്ട്. തുടർന്ന് ഹബക്കുക്ക് എന്ന് പറയുന്ന ദൂരദേശത്തുള്ള പ്രവാചകനെ ദൈവം പ്രത്യേകം അയച്ച് അവന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ സിംഹത്തിൻ്റെ കുഴിയിൽ ഈ ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം എല്ലാം ഭക്ഷിച്ചതിന് ശേഷം ദാനിയേൽ പറയുന്നൊരു മറുപടിയുണ്ട്. അതാണ് ദാനിയേൽ 14:38. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ഇടപെടൽ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി മനുഷ്യൻ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവവചനത്തിൽ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാം തിരുലിഖിതത്തിലാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഒന്ന് ബാക്കി വെക്കാത്ത വിധം എത്രമാത്രം ചെയ്യാൻ പാടില്ല, അതിൻ്റെ മാക്സിമത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യം ഞാൻ വെളിപ്പെടുത്തണം. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് സ്നേഹമുണ്ട്, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ട്, മാതാക്കന്മാർക്ക് മക്കളോട് സ്നേഹമുണ്ട്, മക്കൾക്ക് മാതാക്കൾ സ്നേഹമുണ്ട്. ഈ സ്നേഹം ഇവിടെ ഹൃദയത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് എന്താ കാര്യം? അത് വെളിപ്പെടുത്തണം. മാതാക്കന്മാർ മക്കൾക്ക് സ്നേഹം വെളിപ്പെടുത്തണം, മക്കൾ മാതാക്കന്മാരുടെ സ്നേഹം വെളിപ്പെടുത്തണം. ഇടവക ജനം വികാരത്തിനോട് സ്നേഹം വെളിപ്പെടുത്തണം, വികാരത്തിന് ഇടവക ജനത്തിനോട് സ്നേഹം വെളിപ്പെടുത്തണം. എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സ്നേഹം വെളിപ്പെടുന്നത്? വെളിപ്പെടാതിരിക്കുന്ന സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലാതെ തണ്ണുതുറഞ്ഞിരിക്കുന്നതാണ്. പിതാവായ ദൈവത്തിന് ദൈവമക്കളുടെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ കർത്താവ് യേശുവിന്റെ കുരിശുമരണം. അതായത് ദൈവത്തിന്റെ പ്രവർത്തികളിലാണ് ദൈവസ്നേഹം വെളിപ്പെട്ടത്. ആർക്കെ പറയാം ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവസ്നേഹത്തിന്റെ വെളിപാടുകളാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അത് നീ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുത്തണം. എങ്ങനെയാണ് ദൈവസ്നേഹം ദൈവത്തോട് വെളിപ്പെടുത്തുന്നത്? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വെളിപ്പെടാത്ത സ്നേഹം അത് സ്നേഹമെന്ന് പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. എങ്ങനെയാണ് ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ ഒന്നാമത് ദൈവം നൽകുന്ന മാർഗം എഴുതുന്നവർക്ക് എഴുതി വെക്കാം. ഒന്ന്, അവിടുത്തെ വചനം പാലിക്കുക. അവിടുത്തെ വചനം പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനോട് സ്നേഹം വെളിപ്പെടുത്തുന്നത്, ആ അമ്മ തന്നെ കുഞ്ഞിനെ അതിനെ ലാളിക്കും, അതിന് ഉമ്മ കൊടുക്കും, അതിനെ ചേർത്ത് പിടിക്കും, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇതെല്ലാം അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ടെന്ന് കുഞ്ഞിന് വെളിപ്പെടുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് വെളിപ്പെടാനുള്ള ഒരു മാർഗമാണ് ദൈവത്തിൻ്റെ വചനം അണുവിട വ്യതിചലിക്കാതെ അനുസരിക്കുക. അത് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുലിഖിതത്തിലാണ്. 1 യോഹന്നാൻ 2:5. അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ ആ വചനം തമ്മിൽ ബന്ധം ഒന്ന് മനസ്സിലാക്കണം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുന്നു പറഞ്ഞിരിക്കുക. അതേ വാക്ക്, ആ പൂർണ്ണ എന്നുള്ള വാക്ക് വരണം. അതായത് ചുമ്മാ അങ്ങനെ സ്നേഹിച്ചിട്ട് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം.
അങ്ങനെ സ്നേഹിക്കാനുള്ളൊരു മാർഗം ബൈബിളിൽ പഠിച്ചിരിക്കുകയാണ്. അവൻ്റെ വചനം പാലിക്കുന്നവന് സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, എനിക്ക് ദൈവത്തിനോട് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ നടക്കുകയല്ല. ദൈവത്തിന് ഇത് ബോധ്യപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവത്തെ സ്നേഹിക്കണം, ദൈവപൈതൽ ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം. വായിച്ചാലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മനസ്സിലാക്കിയാലാണ് അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും അതേസമയം ബൈബിൾ വായിക്കുകയും ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് ദൈവസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? ഈ വചനം പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത്? ഈ വചനം പാലിക്കാതെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു നല്ല നിറവുണ്ടെന്ന് കുറച്ചൊരു വെളിപ്പെടുത്തൽ വചനഭാഗമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 23, 24 തിരുലിഖിതങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കാനുള്ള മാർഗം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മ കുഞ്ഞിനോട് സ്നേഹം പ്രകടിപ്പിക്കും തോറും അമ്മയുടെ സ്നേഹം കുഞ്ഞിലേക്ക് ധാരാളമായിട്ട് കരകവിഞ്ഞൊഴുകണം. അതിനെന്ത് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ തുടങ്ങുമ്പോൾ അത് എല്ലാ കാര്യങ്ങളിലും, നീ ഒരു സാധനം മേടിക്കുമ്പോഴാണെങ്കിലും, നീ ടൗണിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും, നീ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണെങ്കിലും, നീ ഒരു സഹോദരന് സഹായം ചോദിക്കുമ്പോൾ ചെയ്യുമ്പോഴാണെങ്കിലും, എവിടെയും ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ സഹോദരങ്ങളെ, പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ തൃത്വം നമ്മുടെ ഉള്ളിൽ വാസമുറപ്പിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സംഭവം കാണുന്നുണ്ട്. 10-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം. അവിടെ മർത്തായുടെ മറിയത്തിന് വേണ്ടി കർത്താവ് ചെന്നതാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? മറിയം കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഈ ലാസർ മരിച്ചപ്പോൾ കർത്താവ് ലാസറിനെ കുഴിമാടത്തിൽ ചെന്ന് രംഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ. അവിടെ ലാസറിൻ്റെ മരണത്തിൽ കർത്താവ് കരഞ്ഞു. അപ്പോൾ അവിടെ കൂടുന്ന ജനം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്: ഇവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ യേശു അത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്ന കാരണം എന്താ? ലാസറിന്റെ കുടുംബം അതുപോലെ കർത്താവിൻ്റെ വചനം പാലിച്ച കുടുംബമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കാൻ ഒന്നാമത്തെ മാർഗ്ഗമാണ് അവിടുത്തെ വചനം പാലിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ മാർഗമുണ്ട്. അതാണ് അനുദപിക്കുക. അനുദപിക്കുന്ന വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയെ വളർന്നുകൊണ്ടിരിക്കുക. അതെവിടെ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 47-ാം തിരുലിഖിതത്തിൽ നമ്മൾ കാണുന്ന സംഭവ പ്രകാരമാണ്: പാപനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് അവളുടെ പാപത്തെക്കുറിച്ച് കുറേ സമയം അനുദപിച്ച് കരഞ്ഞു. അങ്ങനെ അനുദപിച്ച് കരഞ്ഞപ്പോൾ അവളെ നോക്കി കർത്താവ് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്: ഇവൾ അധികം എന്നെ സ്നേഹിച്ചു. ഇവൾ മറ്റാരെങ്കിലും അധികം എന്നെ സ്നേഹിച്ചു. ഇവൾ യേശുവിനെ നോക്കി ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞായിരുന്നോ? എനിക്ക് യേശുവിനെ സ്നേഹമാണെന്ന് പറഞ്ഞായിരുന്നോ? പിന്നെ എന്താ ചെയ്തത്? അവളുടെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കരഞ്ഞപ്പോൾ യേശു അവളെ നോക്കി പറഞ്ഞു: ഇവൾ മറ്റാരെങ്കിലും അധികം എന്നെ സ്നേഹിച്ചിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ അനുദപിച്ച് പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ഒരു കുഞ്ഞ് പാപം ചെയ്യുന്നോർത്ത് വലിയ അനുതാപത്തോടെ കർത്താവിൻ്റെ മകളിലേക്ക് ഓടി വരുമ്പോൾ, പ്രിയപ്പെട്ട മകനെ മകളെ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് ദൈവത്തിന് മുമ്പിൽ വെളിപ്പെടുന്ന സമയമാണത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് തന്നെ കുമ്പസാരമില്ല, വർഷങ്ങളായിട്ട് തന്നെ കുർബാന സ്വീകരണമില്ല, ഒരു പ്രത്യേക ഹൃദയ കാരണത്തിന് നീ മടക്കുകയും അതേസമയം നിനക്ക് ദൈവത്തിന് സ്നേഹമാണെന്ന് പറഞ്ഞാൽ നീ പച്ച കള്ളാണ് പറയണത്. നിനക്കൊരു ദൈവസ്നേഹവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കാൻ ബൈബിൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ മാർഗം അതാണ് പരസ്നേഹവും പരസ്നേഹ പ്രവർത്തികളും. പരസ്നേഹവും പരസ്നേഹ പ്രവർത്തികളും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അന്ത്യപതിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അതായത്, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, നിങ്ങൾക്ക് വസ്ത്രം തന്നു. ഞാൻ ദാഹിക്കുന്നതിന് നിങ്ങൾക്ക് വെള്ളം തന്നു.
എനിക്ക് വിശപ്പുണ്ട്, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്തെന്നാൽ സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതേസമയം സഹോദരന് കൂട്ടായ്മ ഇല്ലാത്തവൻ പച്ചക്കള്ളമാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ദൈവസ്നേഹമാണ്, ഞാൻ ധ്യാനത്തിനുമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് സംഗതികൾ നന്നായി ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം നമസ്കാരം ചെയ്യുന്നുണ്ട്. പക്ഷേ സഹോദരന് നേരെ ഒരു കൈത്താങ് പോലും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവനെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട മകളെ, നീ നിന്റെ അമ്മായിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നില്ലെങ്കിൽ, നീ നിന്റെ ജീവിത പങ്കാളി ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാൻ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 4ാമത്തെ മാർഗം, ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന 4ാമത്തെ മാർഗമാണ് ദൈവ ഇഷ്ടം അന്വേഷിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക. അത് വെളിപ്പെട്ടിരിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകം 2ാമത്തെ അധ്യായത്തിൻ്റെ 15ാം തിരുലിഖിതത്തിലാണ്. അവിടുത്തെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തു പിതാവിനെ സ്നേഹിച്ചിരുന്നുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ആ ഇഷ്ടം നിറവേറ്റാൻ തുടങ്ങി. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഇപ്പം ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്ന തെളിവെന്താ? അപ്പൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ബിഷപ്പിനെ സ്നേഹിക്കുന്ന തെളിവെന്താ? എൻ്റെ ബിഷപ്പ് പറയുന്ന കാര്യമാണ് ബിഷപ്പിന് ഇഷ്ടം നോക്കി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലാണത്. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കാൻ ബൈബിളിൽ നൽകിയിരിക്കുന്ന 5ാമത്തെ മാർഗം അതാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. 5 ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അതെവിടെ വായിക്കണത്? അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14ാമത്തെ അധ്യായം 15ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. വീണ്ടും 14ാമത്തെ അധ്യായത്തിൻ്റെ 21ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. ദൈവം അസന്നിഗ്ധമായിട്ട് ചില മാർജിനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഇതേ കാര്യം തന്നെ യോഹന്നാൻ 15ാമത്തെ അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തെ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തെ നിലനിൽക്കും എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവസ്നേഹത്തിൽ നിന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ, 10 പ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, അപ്പം മാതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾ, അങ്ങനെ ഓരോന്ന് അനുസരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന വെളിപ്പെടുത്തലാണ് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ മറിയം കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ ഹൃദയത്തെ സംഗ്രഹിച്ചതുപോലെ ഈ 5 കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തെ സംഗ്രഹിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ എന്തുമാത്രം സ്നേഹം അവിടുന്ന് ഞങ്ങളോട് കാണിച്ചു. നിലത്ത് വീണ് ചെതറിപ്പോകാവുന്ന പല സാഹചര്യങ്ങൾ അവിടുന്ന് കരുതലോടെ താങ്ങി നടത്തി. ദൈവമേ അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. അവിടുത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവാണ്. ദൈവമേ അവിടുത്തെ വചനം പാലിച്ച് കൂടെ അനുദപിച്ച്, ദൈവമേ അവിടുത്തെ ഇഷ്ടം അന്വേഷിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ച് പരസ്നേഹ പ്രവൃത്തികൾ വഴി, പരസ്നേഹം വഴി ദൈവമേ അവിടുത്തെ സ്നേഹിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കാര്യങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, ദൈവത്തെ സ്നേഹിക്കാൻ തക്കവിധം ഓരോ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവസ്നേഹം അനുഭവിക്കുക. Come, Lord Jesus. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിച്ച്
ഒരപ്പത്തിലേക്ക് ചുരുങ്ങി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്നും എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഓ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവത്തെ സ്നേഹിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. അവിടുത്തെ വചനം പാലിച്ച്, അവിടുത്തെ ഇഷ്ടം അന്വേഷിച്ച്, കൂടെ അനുദപിച്ച്, പരസ്നേഹ പ്രവൃത്തികളോടെ ദൈവത്തെ സ്നേഹിക്കാൻ തക്കവിധം അവിടെ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ സ്നേഹം തണുത്തുറഞ്ഞു പോയ ഓരോ ഹൃദയങ്ങളിലേക്കും ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അഗ്നി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധരനുഭവിച്ചതുപോലത്തെ ഒരു അഗ്നി നമ്മുടെ ഹൃദയം കൊണ്ട് നിറയട്ടെ. വലിയ ദൈവഭക്തി കൊണ്ട് നമ്മൾ ആവരണം ചെയ്യപ്പെടട്ടെ. ഇപ്പോൾ ഓരോ ഹൃദയങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അവിടുന്ന് പരിപാലിക്കുമെന്ന്, ദൈവത്തെ സ്നേഹിക്കുമെന്ന് ദൈവം ചില വെളിപ്പെടുത്തലുകൾ ദാനിയേലിലൂടെ നൽകി. ദാനിയേലിന് സിംഹക്കുഴിയിൽ എറിയപ്പെട്ടപ്പോൾ അവിടേക്ക് ദൈവസ്നേഹം അപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു ചെന്ന് ഈ സമയത്ത് ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കും. ഒരുപാട് മേഖലകളിൽ വചനം പാലിക്കുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും തീരുമാനമെടുക്കും. ഒറ്റ കാരണം കൊണ്ട് അനേക കുടുംബങ്ങൾ ഈ നിമിഷത്തിന് അനുഗ്രഹം പ്രാപിക്കും. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ തീരുമാനങ്ങൾ കർത്താവിന് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ കർത്താവിനെ വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, സ്നേഹം തണുത്തുറഞ്ഞ പോയി ഹൃദയങ്ങൾ ഇപ്പോൾ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം പാലിക്കുന്ന തടസ്സങ്ങൾ, കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ദൈവമായി അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കാനുള്ള ഹൃദയത്തിന് തുറവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപരഹിതമായി കഠിനമായി ഹൃദയങ്ങൾ ഇപ്പോൾ യേശുവേ അവിടുത്തെ അത്ഭുത ശക്തിയുള്ള മാംസളമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, അനേക കുടുംബങ്ങൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അനേക കുടുംബങ്ങളുടെ തടസ്സങ്ങൾ മാറട്ടെ. അനേക രോഗികൾ കെട്ടക്കപ്പെട്ട് എഴുന്നേക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനപ്പെട്ട ഓരോ കുടുംബങ്ങളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Come, Lord Jesus.